നല്ലവനും വിശ്വസ്തനുമായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് സ്വന്തം രക്തത്താൽ പരിഹാരവും പ്രായശ്ചിത്തവും വരുത്തിയ ദൈവപുത്രന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കും. ഒരു ബുധനാഴ്ച കൂടെ നമുക്ക് പതിവ് പോലെ എന്നത്തെയും യോഗങ്ങളെക്കാൾ അല്പം നേരത്തെ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനൊക്കെ ദൈവം അവസരം നൽകുന്നതിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കൂടി വന്ന നിങ്ങൾ എല്ലാവർക്കും നന്ദിയും അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് വിശുദ്ധന്മാരുടെ ന്യായവിധി എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടായിരുന്നു. വിശുദ്ധന്മാർക്ക് ശിക്ഷാവിധിയില്ല എങ്കിലും ന്യായവിധി ഉണ്ട് എന്നും, ആ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ളതിന് ഗ്രീക്ക് വാക്കിൽ ഒരു കൊച്ചു പദമാണ് ബീമ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നതെന്നും, ബീമ സീറ്റ്, ബീമ എന്ന് പറയുന്ന ആ ന്യായാസനം കലാകായിക മത്സരവേദികളിൽ ഒരൽപ്പം ഉയർന്ന നിരീക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ന്യായാധിപന്മാർ, നിരീക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ന്യായാധിപന്മാർ, അമ്പയേഴ്സ് എന്ന് നമ്മൾ സാധാരണ വിളിക്കും, റഫറിമാരെന്ന് വിളിക്കും. അവർക്ക് കയറി നിന്ന് മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനുള്ള ഒരു ഉയർന്ന കൽപ്പട. ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് തന്നെയാണ് ജയാളികൾക്ക് സമ്മാനം നൽകുന്നത്. അപ്പോൾ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ പെർഫോമൻസ്, അവരെങ്ങനെ ചെയ്യുന്നു, അതായത് നിയമപ്രകാരമാണോ ചെയ്യുന്നത്, എത്രയും ഉത്തമമായി അവർ ചെയ്യുന്നു എന്നൊക്കെ നിരീക്ഷിക്കുവാൻ വേണ്ടി സാധാരണക്കാരിൽ നിന്നും അല്പം ഉയർന്നുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു കൽപ്പടവ്, അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം എന്നൊക്കെ അതിനെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനം അഥവാ ഈ ബീമ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധന്മാരുടെ ജീവിതത്തെ, ശുശ്രൂഷയെ ഒക്കെ വിലയിരുത്തുന്നതിന്, നിരീക്ഷിച്ചറിയുന്നതിന്, എന്തുമാത്രം ചട്ടപ്രകാരം പൊരുതി എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു അല്പം ഉയർന്ന സ്ഥലം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. നാം അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം തന്നെ 9-ാമത്തെ അധ്യായം, അതിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ. 9, 24 and 25 1 Corinthians. Do you not know that in a race all the runners run, but only one receives the prize? So run that you may obtain it. Every athlete exercises self-control in all things. They do it to receive a perishable wreath, but we an imperishable. Praise God. തിമോഥെയോസിനുള്ള പൗലോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 5-ാമത്തെ വാക്യം. 2 Timothy 2:5. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കയില്ല. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തെ പൗലോസ് ലീഹ പലതിനോട് ഉപമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാലജി, ഉപമാനമാണ് അത്ലറ്റിസം, കായിക കാര്യങ്ങളോട് ഉള്ള ഉപമാനം. മനസ്സിലാവുന്നുണ്ടല്ലോ? കൺസ്ട്രക്ഷൻ,
കെട്ടുപണി, ഫാമിംഗ്, കൃഷി, ഇങ്ങനെ പലതിനോടും ക്രിസ്തീയ ജീവിതത്തെ ഉപമിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന ദൃഷ്ടാന്തം, സാദൃശ്യമാണ് പൗലോസ് അപ്പോസ്തലൻ കായിക ലോകത്തിൽ നിന്നും എടുത്ത് ക്രിസ്തീയ ജീവിതത്തെ ഉപമിക്കുന്നത്. അപ്പം കായിക ലോകത്തോടുള്ള ബന്ധത്തിലും പിന്നെ സൈനിക വിഷയങ്ങളോടുള്ള ബന്ധത്തിലുമൊക്കെ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ ഉപമിക്കുന്നുണ്ട്. അതിൽ നാം ഇവിടെ കാണുന്നത് കായിക ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഉപമാനമാണ്. നമ്മൾ വായിച്ച 2 ഭാഗങ്ങളിലും പരിചിതമായ വാക്യങ്ങളാണ്. നമ്മൾ പ്രധാന വിഷയത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കുന്ന സഹായക വാക്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ അത് മറ്റൊരു ക്ലാസ്സോ പ്രസംഗമോ ഒക്കെ ആയിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് നമുക്കിപ്പോൾ ന്യായവിധി എന്ന വിഷയമായതുകൊണ്ട് അതിനോട് അത്യാവശ്യമായിട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നതേ ഉള്ളൂ. ആ വാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 9:24 മുതൽ ഉള്ള വാക്യങ്ങളിലും തിമോഥെയോസിനുള്ള 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചെടുത്തുമൊക്കെ ക്രിസ്തീയ ജീവിതത്തെയും ശുശ്രൂഷയെയും ഒരു കായികമായ അത്ലറ്റിസത്തോട് ഉപമിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, ഓടുന്നവരെല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല, ഒരുവനെ പ്രാപിക്കുന്നുള്ളൂ. മറ്റൊന്ന് കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് അംഗം പൊരുന്നവരെ കുറിച്ച്. ഗുസ്തിക്കാർ, പെഹൽവാൻമാർ, റെസ്ലേഴ്സ്, പുരാതന ഗ്രീക്ക് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട കായിക ഇനമായിരുന്നു അത്. അതുതന്നെ പൗലോസ് ഇവിടെ തിമോഥെയോസിനുള്ള ലേഖനത്തിലും പറഞ്ഞു. അംഗം പൊരുന്നവൻ ചട്ടപ്രകാരം പൊരായികയിൽ. അപ്പോ ഇവിടെയെല്ലാം പൗലോസ് എടുത്തു പറയുന്നത് ഈ ഓട്ടത്തിനും അംഗം പൊരുന്നതിനും എല്ലാം ഒരു ചട്ടം ഉണ്ട്, അതായത് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് വേണം ഇതെല്ലാം ചെയ്യുവാൻ. നമ്മൾ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിലല്ലേ കണ്ടത്, നമ്മുടെ ഇന്ത്യയുടെ ഒരു മെഡൽ, സ്വർണമോ കുറഞ്ഞത് വെള്ളിയെങ്കിലും നേടുമെന്ന് ഉറപ്പായിരുന്ന ഒരു ഗുസ്തി താരം 100 ഗ്രാം ഭാരം കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയോഗ്യയാക്കപ്പെട്ടത്. അതിനുവേണ്ടി ആ പെൺകുട്ടിയുടെ വസ്ത്രം മാറ്റി, തലമുടി മുറിച്ചു, മണിക്കൂറുകളോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കിടന്നു. 100 ഗ്രാം ഒന്ന് കുറഞ്ഞു കിട്ടാൻ. 100 ഗ്രാം. ഞങ്ങൾ ഇവിടെയൊക്കെ ചിലപ്പം എന്തെങ്കിലും കടകളിൽ വാങ്ങാൻ പോകുമ്പം ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൃത്യം പിടിച്ചു തൂക്കും. അപ്പൊ ചോദിക്കാറുണ്ട്, ക്യാ ഭായ് സോന ജൈസ തോൽ റാ ഹൈ? എന്താ ഉവേ, സ്വർണം പോലെയാണല്ലോ ഇയാളിത് തൂക്കുന്നതെന്ന്. കാരണം സ്വർണത്തിന്റെ മില്ലിഗ്രാമിന് പോലും ഭയങ്കര വിലയാണല്ലോ. അതുകൊണ്ട് കൃത്യമായി മാത്രം സ്വർണം തൂക്കാൻ ശ്രമിക്കും. അപ്പം അരിയൊക്കെ ആണെങ്കിൽ 10, 100, 150 ഗ്രാം കൂടിയാൽ, ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരല്പം കൂടിയാൽ സാധാരണ ഗവനിക്കാറില്ല, നോക്കാറില്ല. അപ്പം ഇവിടെ അത്ലറ്റിസം, ഇവിടുത്തെ കായിക കാര്യങ്ങൾക്ക് നിയമം കർശനമാണ്. അതേപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ
കാർക്കശ്യത്തോടെ, സ്ട്രിക്ട്ലി കാർക്കശ്യത്തോടെ പാലിക്കപ്പെടണം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ അതാണ് പരിശോധിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ മുമ്പിൽ എങ്ങനെ ഇരിക്കുന്നു ഒരുവന്റെ ജീവിതം, ഒരുവന്റെ ശുശ്രൂഷ. വെളിപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 20:12 റെവലേഷൻ. മരിച്ചവർ അബലവൃന്ദം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കൊത്ത ന്യായാവിധി ഉണ്ടായി. അവിടെ കണ്ടോ, ഇത് അന്തിമ ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ വിഷയം എല്ലാ ന്യായവിധികളിലും, പ്രത്യേകിച്ച് മനുഷ്യരുടെ ന്യായവിധികളിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ്. അവിടെ എന്താ കാണുന്നത്? പുസ്തകങ്ങൾ തുറന്നു. ബുക്സ് വെയർ ഓപ്പൺ. ഇപ്പൊ ന്യായവിധിയിൽ പുസ്തകങ്ങൾ തുറക്കപ്പെടും. പുസ്തകങ്ങൾ തുറക്കപ്പെടും. എന്നിട്ട് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും. എന്നാൽ ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിലുള്ള വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ന്യായവിധിയിൽ ജീവപുസ്തകത്തിന്റെ വലിയ ഉപയോഗം വരുന്നില്ലെന്ന് തന്നെ പറയാം. കാരണം നിങ്ങളും കൂടെ പറഞ്ഞട്ടെ, കൂടെ വന്നട്ടെ. ജീവപുസ്തകത്തിൽ പേരുള്ളവരാരും അവിടെ ഇല്ല. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലെ വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ അവിടെ ഉണ്ട്. ആ എല്ലാവരും ക്രിസ്തു ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവര് പേരുള്ളവർ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ആ പുസ്തകത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നില്ല. പ്രത്യേകിച്ച് ആ പുസ്തകം അവിടെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്നിരിക്കുന്നവരുടെ എല്ലാവരുടെയും പേരുകൾ ജീവപുസ്തകത്തിലുണ്ട്. അല്ലാത്ത ആരും അവിടെ എത്തിയിട്ടില്ല, എത്തുകയുമില്ല. അതുകൊണ്ടാണ് അവിടെ ആ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കാത്തത്. എന്നാൽ നമ്മൾ കണ്ടു റോമർ 2:16 ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന രീതി എങ്ങനെയാണ്? പൗലോസോടെ പറയുന്നു, സുവിശേഷപ്രകാരം, എൻ്റെ സുവിശേഷപ്രകാരം എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രസംഗിച്ച സുവിശേഷപ്രകാരം. അതിനെ നമുക്കിങ്ങനെ തന്നെ ക്രോഡീകരിക്കാം. തിരുവെഴുത്തുകളിൻ പ്രകാരം ഉള്ള ന്യായവിധി. അവിടെയാണ് ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രമാണങ്ങൾ, ദൈവീക പ്രമാണങ്ങളെന്ന് അതിനെ മനസ്സിലാക്കുക. പഴയ നിയമ ന്യായപ്രമാണത്തെ അല്ല നമ്മളിവിടെ എക്സ്ക്ലൂസീവായിട്ട് പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത്. പകരം ദൈവത്തിൻ്റെ പ്രമാണം അഥവാ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവവചനം വെച്ചായിരിക്കും ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത്, പ്രത്യേകിച്ച് വിശുദ്ധനായാലും അശുദ്ധനായാലും. നാം ആ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായിരുന്നു നാം ചിന്തിച്ചത്. സ്നേഹം, വെറുപ്പ്, വൈരാഗ്യം. നാം ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തിൽ, മനുഷ്യ സ്നേഹത്തിൽ ചെയ്യുക. ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പനയും അത് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്നും അതിനോട്
തത്തുല്യമായ രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന്. അപ്പോൾ ഏറ്റവും വലിയ കൽപ്പന. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ ഒരു കൽപ്പന. ഏറ്റവും വലിയ കൽപ്പനയും പുതിയ കൽപ്പനയും സ്നേഹം. സ്തോത്രം. പാപത്തെ വെറുക്കുക. പാപത്തോട് ഒരു തരത്തിലും ഉള്ള പ്രിയം നമുക്കുണ്ടാകാതിരിക്കുക. നമുക്കതിനെ വെറുപ്പാണെങ്കിൽ നമ്മൾ അവിടെ നിന്നും ഓടും. വെറുപ്പില്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്, കർത്താവേ, പാപത്തോടുള്ള വെറുപ്പ് എന്നിൽ ജനിപ്പിക്കണമേ എന്ന പ്രാർത്ഥന. അത് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്തണം. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ. ഏതോ ഒരു പാട്ടിലുണ്ടല്ലോ, പാപത്തെ വെറുത്ത് ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ VBS പഠിച്ച ഒരു പാട്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് മുൻപുണ്ടായിരുന്നാണോ എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ട് പാടിയതും കേട്ടതും പഠിച്ചതുമൊക്കെ എൻ്റെ ബാല്യകാലത്തിൽ മാർത്തോമാ സഭയിൽ VBS പോകുന്ന സമയത്താണ്. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. അത് നമ്മുടെ ആത്മാർത്ഥമായ നിരന്തരമായ മരണം വരെയുമുള്ള പ്രാർത്ഥനയായിരിക്കണം. സ്തോത്രം. അതുപോലെ സാത്താനോടുള്ള ശത്രുതാ മനോഭാവം. അങ്ങനെ നമുക്ക് നമ്മുടെ ന്യായവിധിക്കായിട്ടുള്ള ഒരുക്കം അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു ഘടകം അതിലുള്ളത് അവർ ഫെയ്ത്ത്ഫുൾനെസ്, നമ്മുടെ വിശ്വസ്തത. ഫെയ്ത്ത്ഫുൾനെസ്. സ്തോത്രം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ പ്രാർത്ഥനകളിലും, ഉപദേശിമാർക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള വിളി കേൾപ്പാൻ കർത്താവേ ഞങ്ങളുടെ ദാസനെ സഹായിക്കണേ. സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാൻ കർത്താവേ ഞങ്ങളുടെ ദാസനെ സഹായിക്കണേ. ഞങ്ങളുടെ ദാസനെ എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല കേട്ടോ. പൗലോസും പറയുന്നുണ്ട്, സുവിശേഷത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരുടെയും ദാസന്മാരാകുന്നു എന്ന്. ആ അർത്ഥത്തിൽ അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ പലരും അർത്ഥമൊന്നും അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നൊരു കാര്യം ഞാനങ്ങ് സാമട്ടിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പാസ്റ്റേഴ്സിന് വേണ്ടി പൊതുവെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളതാണ്. പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല, പൊതുവെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ കാര്യം പൊതുവിൽ പറയാറുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. വിശ്വസ്തത സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മളിത് പറയാറുണ്ട്. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. തലയിൽ കൈവച്ച് ഇത് പറഞ്ഞ സ്നാനപ്പെട്ടയാളിനെ കരയ്ക്ക് കയറ്റുന്നത്. ആ മുങ്ങിയ ആൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. സാധ്യത കുറവാ. കാരണം വെള്ളത്തിൽ മുങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന ആ ഒരു വെപ്രാളത്തിലും പേടിയിലും ഒക്കെ കൂടെ ആയിരിക്കും ആള്. പൊതുവെ ശ്രദ്ധിക്കാറില്ല. ഞാൻ സ്നാനപ്പെടുത്തുകയാണെങ്കിൽ അതിനെ
ഒന്ന് പിരിച്ചു പറയാറുണ്ട്, ബൈഫ്രിക്കേറ്റ് ചെയ്ത് പറയാറുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. Be faithful in everything that the Lord has entrusted unto us. ദൈവം നമ്മെ ഭരമേൽപ്പിച്ച കാര്യങ്ങളിൽ എല്ലാറ്റിലും വിശ്വസ്തരായിരിക്കുക. 2, what we have committed unto the Lord. നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി, a covenant we made with him. The decisions we have made with. നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടികളുണ്ട്. ദൈവസന്നിധിയിൽ നാം എടുത്ത കൈക്കൊണ്ട തീരുമാനങ്ങളുണ്ട്. ദൈവത്തോട് നമ്മൾ ചെയ്ത വാഗ്ദത്തങ്ങളുണ്ട്. അവയിലും എല്ലാം നാം വിശ്വസ്തരായിരിക്കുക. അതുകൊണ്ട് ഞാൻ സ്നാനം കഴിഞ്ഞ് കയറുന്നവരോട് പറയാറുള്ളത് ഇത് 2 കൂടെ ചേർത്താം. കർത്താവ് നിന്നെ ഏൽപ്പിച്ച സകല കാര്യങ്ങളിലും നീ കർത്താവിനോട് ഏറ്റ എല്ലാ കാര്യങ്ങളിലും മരണം വരെ വിശ്വസ്തത പുലർത്തുക. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ഓരോന്നിലും എന്തുമാത്രം വിശ്വസ്തരായിരുന്നു. ഇതാണ് അവർ അക്കൗണ്ടബിലിറ്റി. We are supposed to give accounts to the Lord. കർത്താവിന് കണക്ക് കൊടുക്കേണ്ടതിൻ്റെ പ്രസക്തി ഇവിടെയാണ്. സ്തോത്രം. കർത്താവിന് കണക്ക് കൊടുക്കേണ്ടത് ഈ 2 എണ്ണത്തിലും നമുക്ക് കണക്ക് കൊടുക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ച സകലത്തിലും കണക്ക് കൊടുക്കണം. 2, നമ്മൾ ദൈവത്തോട് ഏറ്റ സകലത്തിലും കണക്ക് കൊടുക്കണം. സ്തോത്രം. ദൈവം നമ്മെ ഏൽപ്പിച്ചത് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. Our time, our resources and God's commandments. ദൈവം നമ്മെ ഏൽപ്പിച്ചത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അഥവാ കൽപ്പനകൾ. 2, സമയം. അതിനെ നമ്മുടെ ആയുസ്സെന്നും വേണമെങ്കിൽ വിളിക്കാം. സമയം. മറ്റൊന്നാണ് നമുക്ക് ദൈവം തന്ന നന്മകൾ, റിസോഴ്സസ്. ഇവയിൽ നാം എങ്ങനെ വിശ്വസ്തരായിരുന്നു എന്നുള്ളത് കർത്താവ് നമ്മെ വിലയിരുത്തും, ന്യായം വിധിക്കും. പ്രതിഫലം ഇവയ്ക്കനുസരിച്ചായിരിക്കും. ദൈവം നമുക്ക് തന്ന പ്രമാണങ്ങളെ, ദൈവം നമുക്ക് തന്ന വചനത്തെ, നേരിട്ട് പറഞ്ഞാൽ വചനത്തെ എത്രമാത്രം നമ്മൾ ആദരിച്ചു, സ്നേഹിച്ചു, അത് വിശ്വസ്തയോടെ അനുസരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, ഇതെല്ലാം അവിടെ വിലയിരുത്തപ്പെടും. Our attitude towards God's word, how we valued it, how we loved it, how we dealt with. സ്തോത്രം. How we love to obey it, how we tried to. അപ്പൊ നാം ഈ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയ പ്രമാണങ്ങളാണ്. ഈ വചനത്തെ എത്രയും നാം സ്നേഹിച്ചു, അതിൽ എത്രമാത്രം നമ്മൾ രസിച്ചു,
അതെത്രമാത്രം നമ്മുടെ ധ്യാനമായിരുന്നു, അതെത്രയും അനുസരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു, ബന്ധപ്പെട്ടു. ഇതെല്ലാം വിശ്വസ്തതയുടെ ഭാഗത്ത് പരാമർശിക്കപ്പെടും. സ്തോത്രം. ഒന്നാം സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഭാഗ്യവാൻ ആരാണെന്ന്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. Take delight in the word of God. അവിടെ വരുന്നവരുടെ മറ്റൊരു കാര്യം കൂടെ വരുന്നത്, God will judge us according to what we delighted in, what we delighted with. നാം നമ്മുടെ സന്തോഷം എന്തായിരുന്നു എന്നതിനെ ആസ്പദീകരിച്ചും നമ്മുടെ ന്യായവിധി നടക്കും. വാട്ട് വാസ് അവർ ജോയ്? നമ്മുടെ സന്തോഷം എന്തായിരുന്നു? നമ്മുടെ ആനന്ദം എന്തായിരുന്നു? നമ്മുടെ ആഹ്ലാദം എന്തായിരുന്നു? നമ്മുടെ ആസ്വാദനം എന്തിലായിരുന്നു? സ്തോത്രം. ഇതെല്ലാം നമ്മുടെ ഉൾഭാവങ്ങളാകട്ടോ. ഇതൊന്നും പുറത്തു നിൽക്കുന്നവർക്ക് നമ്മുടെ ജീവിതവും ശൈലിയും ഒന്നും കണ്ട് മനസ്സിലാക്കുവാൻ കഴിയണമെന്നില്ല. ഇവയെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ആദ്യത്തെ ദിവസം റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പറഞ്ഞത്, God will judge us as per our inward piety. ഹൃദയത്തിന്റെ പരിച്ഛേദനയല്ലോ പരിച്ഛേദന. കിട്ടിയോ? 24-ാം വാക്യമാണെന്ന് തോന്നുന്നു അല്ലേ? 29. But the Jew is one inwardly, and circumcision is a matter of the heart. Verse number 29. 29. Okay. Please go on. But a Jew is one inwardly, and circumcision is a matter of the heart, by the Spirit, not by the letter. His praise is not from man, but from God. സ്തോത്രം. ഹൃദയത്തിന്റെ ഭക്തി, അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമ്മുടെ വിശ്വസ്തത. 2, നമ്മുടെ ആനന്ദം. സ്തോത്രം. അപ്പോൾ വിശ്വസ്തതയിൽ 2 കാര്യങ്ങളുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചവയിൽ നാം വിശ്വസ്തരായിരിക്കണം. 2, നമ്മൾ ദൈവത്തോട് ഏറ്റതിലും വിശ്വസ്തരായിരിക്കണം. നമ്മൾ ഒത്തിരി തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നും മറ്റുള്ളവരൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ക്രിസ്ത്യൻ സിസ്റ്റർ ജോയിൻ ചെയ്തു. വിശേഷമൊക്കെ ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ഇത് പറഞ്ഞിട്ട് ഞാൻ എന്നിലേക്കൊന്ന് നോക്കി. എത്ര കൂളായിട്ടാ ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും സിസ്റ്ററെ പ്രാർത്ഥിക്കാം. എന്നാൽ എന്തുമാത്രം ആ ഒരു കമ്മിറ്റ്മെന്റിൽ, ആ ഒരു സമർപ്പണത്തിൽ, ആ ഒരു ഏറ്റെടുക്കലിൽ എനിക്ക് വിശ്വസ്തനാകാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. അപ്പൊ ദൈവം നമ്മെ ഏൽപ്പിച്ചതിലും
നമ്മൾ ദൈവത്തോട് ഏറ്റതിലും നമുക്ക് വിശ്വസ്തരായിരിക്കണം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ, വിശദീകരണം ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ അവിടുത്തെ പരാമർശം നമുക്കറിയാവുന്നതാണ്. ലൂക്ക് 19:11-26 നമുക്ക് പരിചയമുള്ള ഭാഗങ്ങളാണ്. അവിടെ പറയുന്നത് പോലെ നമ്മൾ കണക്ക് കൊടുക്കുക. സ്തോത്രം. നമ്മോട് കണക്ക് ചോദിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പം ദൈവം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത് പ്രമാണങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉണ്ട്. 2, നമുക്ക് ജീവിക്കുവാൻ തന്ന ആയുസ്സാണ്, സമയം. 3, പല റിസോഴ്സസ്. അത് നമുക്കൊക്കെ വ്യത്യസ്തമാകാം. ദൈവം നമുക്ക് തന്നിട്ടുള്ള സകല കാര്യങ്ങളിലും നാം വിശ്വസ്തരാകും. അല്ലെങ്കിൽ എന്താ കുഴപ്പം? പ്രതിഫല നഷ്ടം ഉണ്ടാവും. We will suffer loss of rewards. ഓക്കെ, ഇത്രയും വ്യക്തമാണല്ലോ. രണ്ടാമത്തേതാണ് നമ്മൾ ദൈവത്തോട് ഏറ്റ കാര്യങ്ങൾ. അതും പറഞ്ഞു കഴിഞ്ഞു. അതിലും എന്തെങ്കിലും സംശയങ്ങൾ? അല്ല പാസ്റ്ററെ, ഞങ്ങളുടെ ഒരു പാസ്റ്റർ പ്രാവശ്യം പറഞ്ഞതാണ്. അതായത് പുള്ളിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം ബൈബിൾ കോളേജൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കർത്താവിനോട് ഒരു അവധി ചോദിച്ച് ജോലിക്കായിട്ട് വന്നു എന്ന് പറഞ്ഞു. അത് അതിനപരമായിട്ട് ശരിയാണോ? അദ്ദേഹം ആദ്യമേ തന്നെ ആ ബൈബിൾ സ്കൂളിലൊക്കെ പോയ സമയത്തെ കർത്താവിൻ്റെ വേല ചെയ്തോളാമെന്നും പറഞ്ഞ് പോയതാണെങ്കിൽ പിന്നെ അദ്ദേഹം ആപ്ലിക്കേഷൻ ഇട്ടെന്നേ ഉള്ളൂ, അപ്രൂവൽ ആയി കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വലിയ പാസ്റ്ററുമാണ്. പിന്നെ പോയി കാണും, തമ്പുരാനല്ലേ, ക്ഷമിച്ചൊക്കെ കാണും. പക്ഷേ ദൈവത്തിൻ്റെ അംഗീകാരമില്ലാതെ, ലീവ് അപ്രൂവ് ആകാതെ അവധിക്ക് പോയിന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പരിപാടി ഞാനിപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എങ്കിൽ പിന്നെ പുറകോട്ട് നോക്കുന്നത് പാപമാണ്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അത് ഒരു ബലഹീനതയാണ്. ഞാനും അങ്ങനെ പോകാൻ തീരുമാനിച്ചിരുന്നയാളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ഞാൻ എന്നെ സമർപ്പിച്ചു. ഇടയ്ക്ക് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കർത്താവ് അതൊക്കെ മാറ്റി തന്നു. മാറ്റി തന്നില്ലെങ്കിലും ചിലതിൽ ഞാൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പോയി. അന്നത്തെയൊക്കെ ചിന്താഗതി ബൈബിൾ സ്കൂളിൽ പോയെങ്കിലേ സുവിശേഷ വേല പറ്റുമെന്ന, അതിനപ്പുറത്ത് ഒന്നും അറിഞ്ഞുകൂടാ.
അന്ന് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന ഏക ബൈബിൾ കോളേജ് മണക്കാലയാണ്. മണക്കാലയെക്കുറിച്ച് അറിയാവുന്നതും എൻ്റെ ചേട്ടൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ആരോ അദ്ദേഹത്തിന് ഒരു ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് പഠിക്കാനായിട്ട് കൊടുത്തു. അത് മണക്കാലയിൽ നിന്ന് ചെയ്തു വന്നിരുന്ന വിശ്വാസവീഥി എന്ന ഒരു ബൈബിൾ കോഴ്സായിരുന്നു. തപാൽ വഴി മാസത്തിലൊരിക്കലോ മറ്റോ കുറച്ച് ലേഖനങ്ങളും അല്ലെങ്കിൽ ഒരു ചെറിയ ബുക്ക്ലെറ്റും അതിനോടനുബന്ധിച്ച് കുറേ ചോദ്യങ്ങളും അയക്കും. അതെല്ലാം പൂരിപ്പിച്ച് തിരിച്ചയക്കണം. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ്. ആ പുസ്തകത്തിൽ പരസ്യം വന്നതാണ് മണക്കാലയുടെ. അങ്ങനെയാ, എനിക്കറിയത്തില്ല, ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനൊരു ബൈബിൾ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചു. അഡ്മിഷൻ ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്തതാ. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞ എൻ്റെ യോഗ്യതകൾക്കൊക്കെ അതീതമായിട്ട് അവിടുത്തെ നിയമങ്ങളെയൊക്കെ ആ വർഷം മാറ്റി എനിക്ക് അഡ്മിഷനൊക്കെ തന്നു. പക്ഷേ സാമ്പത്തികമായി കടുത്ത ഞെരുക്കത്തിലാണ്. 750 രൂപ 700 രൂപ കൊടുത്താൽ മതി ഒരു വർഷത്തെ ഫീസ്. ഒരു വർഷത്തെ ആനുവൽ ഫീ ഓൺലി 700 റുപ്പീസ്. എക്സാം ഫീസ് വേറെ ഉണ്ട്, അത് 350 രൂപയോ, ഓരോ എക്സാമിന് പിന്നെ 50 രൂപ വെച്ചു. അങ്ങനെ ഒരു സെമസ്റ്ററിൽ ഒരുപക്ഷെ ഒരു 600, അല്ലെങ്കിൽ എല്ലാം കൂടെ പോട്ടെ, ഒരു വർഷം അഡ്മിഷൻ ഫീസും എക്സാം ഫീസും പിന്നെ ഈ ട്യൂഷൻ ഫീസും എല്ലാം കൂടെ ചേർത്ത് 2000 രൂപയെ താഴെ മതി. എന്നാൽ അതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞങ്ങളെ മണ്ണുകൊണ്ട് കയറ് വിരിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ മണ്ണുകൊണ്ട് കയറ് വിരിക്കാൻ തമ്പുരാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം 2000-ൽ താഴെ രൂപ കൊടുക്കാൻ പോലും എൻ്റെ പക്കൽ ഇല്ലായിരുന്നു. ആ വർഷത്തെ ട്യൂഷൻ ഫീ കുടിശ്ശികയാ, കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇനിയിപ്പം പഠിക്കാൻ ഒക്കുന്ന ലക്ഷണമില്ല. ആ വർഷമായിരുന്നു 2.5 രൂപയോ 2 രൂപ 70 പൈസയോ മറ്റോ മതി എനിക്കന്ന് കോളേജിൽ നിന്ന് വീട്ടിൽ പോകാൻ. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ മണക്കാലയിൽ നിന്ന്, സെമിനാരിയിൽ നിന്ന് മാവേലിക്കര വരെ നടന്നുപോയി. ആ വർഷം അത്. അപ്പോൾ അങ്ങനത്തെ സ്ഥിതി ആയതുകൊണ്ട് ഞാനൊന്ന് വീണ്ടും വിചാരം നടത്തി. ഇങ്ങനെയായാൽ അടുത്ത 3 വർഷം എങ്ങനെ പറ്റും? ഞാൻ വീട്ടിലും പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ജോലിയോട് കൂടെ കർത്താവിൻ്റെ വേല ചെയ്തോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, എയർഫോഴ്സിലേക്ക് 10ാം ക്ലാസ്സുകാർ എടുക്കുന്നെന്നും പറഞ്ഞു, എയർമാനായിട്ട്. അങ്ങനെ എന്നാൽ അതിന് പോയേക്കാം. പക്ഷേ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വേണം, അത് സെമിനാരി ഇല്ല. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. സർട്ടിഫിക്കറ്റ് തരത്തില്ല, വേണമെങ്കിൽ 3000 രൂപ കൊടുക്കാൻ പറഞ്ഞു. 10 മാസം പഠിച്ചു. അപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരു മാസം 300 രൂപ കണക്കെ 10 മാസത്തെ 3000 രൂപ കെട്ടിവെച്ചാൽ സർട്ടിഫിക്കറ്റ് തരാം. ഞാൻ പറഞ്ഞ ആ 3000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത 3 കൊല്ലം പഠിച്ചേനെയായിരുന്നു. എനിക്ക് പറ്റത്തില്ല. പല പ്രാവശ്യം ഞാൻ പോയി, ഞാനും ചേട്ടനും കൂടെ പോയി പ്രിൻസിപ്പലുമായിട്ട് വഴക്ക് വരെ ഇട്ടു അതിനു വേണ്ടി. പക്ഷെ സർട്ടിഫിക്കറ്റ് തന്നില്ല. ഏതായാലും ഈ ചോദ്യവും പറച്ചിലുമായിട്ട് റിക്രൂട്ട്മെന്റിന്റെ സമയം കഴിഞ്ഞുപോയി. ഒടുവിൽ ഒരു ദൈവദാസൻ ഈ വിഷയങ്ങളൊന്നും അറിയാതെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്ന സഖറിയ സാർ,
അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും അറിയാതെ എന്നോട് ഒരു പ്രവചനദൂത് സംസാരിച്ചു. മോനെ, രാവിലെ തൊട്ട് ഉച്ച വരെ നീ ജോലിക്ക് പോകണമെന്നും ഉച്ച തൊട്ട് വൈകുന്നവരെ സുവിശേഷ വേല ചെയ്യണമെന്നും ഇങ്ങനെ കടൽത്തിര പോലെ ഇരിക്കുന്ന പരിപാടിയാണല്ലോ, നിർത്താൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത സെന്റൻസ്, അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞത്, നീ എവിടെയെങ്കിലും ബൈബിൾ സ്കൂളിൽ പഠിച്ചോ മോനെ? ഞാൻ ചോദിച്ചു, എന്താ? നീ ഒരു ഇംഗ്ലീഷ് ബൈബിളൊക്കെ റെഫർ ചെയ്ത് പ്രസംഗക്കുറിപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നല്ലോ. ഞാനും ഉണ്ട്, ചേട്ടനും ഉണ്ട്. ഞങ്ങളങ്ങ് ചിരിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താ ചിരിക്കുന്നേ? ഞങ്ങൾ പറഞ്ഞു, ഇതാ സംഭവം. അദ്ദേഹം പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട, നിന്നെക്കുറിച്ച് കർത്താവിന്റെ വേലയ്ക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ജോലിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യം വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ വിഷയമൊന്നും അറിയാതെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിച്ചു. ഞാൻ വേറെ ഒന്നിനും വേണ്ടിയല്ല, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മാറാം എന്ന് കരുതിയതാണ്. പക്ഷെ ദൈവം എന്നെ അനുവദിച്ചില്ല. പിന്നീട് സർട്ടിഫിക്കറ്റ് എനിക്ക് തരാമെന്നായി. അത് വാങ്ങാൻ വേണ്ടി പോയപ്പം വീണ്ടും എന്നോട് പറഞ്ഞു, കുഞ്ഞെ എന്തിനാ പോകുന്നത്, പഠിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കാൻ തയ്യാറായി, എന്നെ പഠിപ്പിച്ചാൽ. അങ്ങനെ പ്രിൻസിപ്പൽ തന്നെ, അന്ന് പ്രിൻസിപ്പൽ TG കോശി സാറാ, ഞങ്ങൾ അച്ചായ എന്ന് വിളിക്കും, അച്ചായൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് വേണ്ടി ഞാൻ സ്പോൺസറെ കണ്ടെത്തിക്കോട്ടെ, നീ പഠിക്കാമോ? ഞാൻ പറഞ്ഞു, ചെയ്തു. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ച്, അന്നൊക്കെ ഗൾഫിലേക്ക് ട്രങ്ക് കോളാണ് ബുക്ക് ചെയ്യുന്നത്, ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് ഗൾഫിലുള്ള ഒരാളുമായിട്ട് സംസാരിച്ചു. അവരെ എൻ്റെ ഫീസ് കൊടുത്തോളാമെന്ന് വാക്കു പറഞ്ഞു. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ ഞാൻ വാങ്ങാതെ തിരിച്ചു വന്നു. പഠനം തുടർന്നയാളാണ്. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഈ സ്പോൺസർ ഇപ്പൊ വാക്ക് പറഞ്ഞയാള് നാളെ പൈസ തന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചേക്കരുത്, എനിക്ക് ഉത്തരവാദിത്തമില്ല. ഇല്ല കുഞ്ഞെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവർ 1 മാസമേ കൊടുത്തുള്ളൂ. ബാക്കി കർത്താവ് സമയാസമയത്ത് കാക്കയയച്ച് എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നു. അങ്ങനെ ഞാൻ പഠിച്ചിറങ്ങിയത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഞാൻ അവധി എടുക്കാൻ ആഗ്രഹിച്ച ആളാ, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കഴിയാഞ്ഞതുകൊണ്ട്. ഇന്നത്തെ പോലെ ബൈബിൾ സ്കൂളിൽ പഠിക്കാതെ പോലും കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന അറിവ് അന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയനുമായിരുന്നു. പക്ഷെ ജോലിക്ക് പോകാൻ ചിന്തിക്കത്തില്ലായിരുന്നു, കർത്താവിൻ്റെ വേലയിൽ തുടരാനേ ആഗ്രഹിക്കുമായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. സ്തോത്രം. അങ്ങനെ ഒരു അവധി എടുക്കുന്ന പരിപാടി ചിലപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടെന്നിരിക്കും, തമ്പുരാൻ ലീവ് സാങ്ഷൻ ആക്കത്തില്ല. ആക്കിയെന്നും പറഞ്ഞ് നമ്മളങ്ങ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെയുള്ള പരിപാടിയില്ല. സ്തോത്രം. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തിരികെ വരും, തിരികെ വന്ന് പിന്നെ കർത്തൃവേലയൊക്കെ ചെയ്യും. ചിലർക്കാണെങ്കിൽ അതിന് അവസരം ഉണ്ടാവില്ല, തിരികെ വരാൻ അവസരം ഉണ്ടാവില്ല. തിരികെ വരാൻ ഒക്കാത്ത ദൂരത്തിൽ അവർ പോയി കഴിയും. വിശ്വാസത്തിൽ കാണും, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ള ധാരാളം പേരെ എനിക്കറിയാം. അതുകൊണ്ട് അത് ദൈവവചനപ്രകാരമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെ, ഈ പാസ്റ്റർ ഇതുപോലെ അവധിയെടുത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി വളരെ സക്സസ്ഫുൾ ബിസിനസ്മാനായി. പക്ഷെ അതിനകത്തുനിന്നെല്ലാം ഫുൾ ലോസായി. അവസാനം തിരികെ അതാണ് ലീവ് അപ്രൂവ് ആകാത്തതിൻ്റെ ചില സംഗതികളൊക്കെയാണ്. ചിലരെ തിരികെ വരും, ചിലരാണെങ്കിൽ അതിൽ തന്നെ അങ്ങ് പോവും, തിരികെ വരാൻ ഒക്കാത്ത ഒരു നിലയിലേക്ക്.
എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന നിലയിലേക്ക് പോയി കിടക്കും. അതുകൊണ്ട് അത് ഒരിക്കലും വചനാനുസൃതമായ ഒരു സംഗതി അല്ല. അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് കമ്മിറ്റ് ചെയ്തെങ്കിൽ അവരത് നിവർത്തിക്കണം. അല്ലെങ്കിൽ ദാവീദിനോട് ദൈവം പറഞ്ഞതുപോലെ ദൈവം തന്നെ വിലക്കണം. ദാവീദ് തീരുമാനമെടുത്തു, ദൈവത്തിനൊരാലയം പണിയാതെ ഞാൻ ഇനി കട്ടിലേ കിടക്കത്തില്ല, മെത്തയിൽ കിടക്കത്തില്ല എന്നൊക്കെ. അവന്റെ തീരുമാനം ശക്തമായിരുന്നു. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, വേണ്ട മോനെ, നിന്നെ കൊണ്ടല്ല ഞാനത് ജയിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ചിലപ്പോൾ ചിലര്, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, കർത്താവ് വിളിച്ചിട്ട് പോകുന്നവരുമുണ്ട്, കർത്താവിനെ വിളിച്ചുകൊണ്ട് പോകുന്നവരുമുണ്ടെന്ന്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരെ കുറിച്ച് ഈ ഒരു രണ്ട് ശൈലി ബൈബിൾ സ്കൂൾ ഭാഷയാണ്. ചിലര് കർത്താവ് വിളിച്ചിട്ട് പോകും. കർത്താവ് വിളിച്ച നീ വാടാ മോനെ. ചിലരാണെങ്കിൽ കർത്താവെ ഞാനും വരും, അവിടെ നിൽക്കണം ഞാനും വരും, കർത്താവിനെ വിളിച്ചിട്ട് പോകും. ഇനിയിപ്പം കർത്താവിനെ വിളിച്ചിട്ടൊരുത്തൻ പോവുകയാണെങ്കിലും ചിലപ്പോൾ കർത്താവ് പറയും വേണ്ട. ഇപ്പം ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ കർത്താവിനോട് പറഞ്ഞു, അവന്റെ ഭൂതമൊക്കെ ഇറങ്ങിപ്പോയി, 6000 ഭൂതങ്ങൾ, ലീജിയൻ 6000 ഭൂതങ്ങൾ ഇറങ്ങിപ്പോയി. അവന് സുബോധം വന്നു, വസ്ത്രമൊക്കെ ധരിച്ചു. അവൻ പറഞ്ഞു, യേശുവിൻ്റെ കൂടെ ഞാൻ വരുക. കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണ്ട, നീ ആദ്യം വീട്ടിൽ പോ, വീട്ടുകാർക്ക് നിന്നെ തന്നെ കാണിക്കുക. ഇതുപോലെ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുള്ള പലരുമുണ്ട്. പക്ഷേ ദൈവം അവരെ വിലക്കാറുണ്ട്. അങ്ങനെയുള്ളവരെയും എനിക്ക് നേരിട്ടറിയാം. എനിക്കും നമ്മുടെ കുട്ടികളിലൊക്കെ അങ്ങനെയുള്ള ചിലരെ വളരെ അടുത്ത വ്യക്തിപരമായിട്ട് അറിയാം. ജോലി പല പ്രാവശ്യം റിസൈൻ ചെയ്തിറങ്ങിയവരുണ്ട്, പക്ഷെ കർത്താവ് അനുവദിച്ചില്ല. അല്ലാത്ത പക്ഷം തീരുമാനമെടുത്താൽ, അവരവർ തന്നെ തീരുമാനമെടുത്താൽ ആ തീരുമാനം പൂർത്തീകരിച്ചിരിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ അത് അവിശ്വസ്തതയാണ്. അങ്ങനെയുള്ളവർ നരകത്തിൽ പോകും എന്നൊന്നുമില്ല, വിശ്വാസത്തിൽ നിലനിന്നാൽ. പക്ഷേ പ്രതിഫല ഛേദം അവർക്കുണ്ടാകും. ഒരു ചോദ്യം വന്നിരിക്കുന്നത്, മക്കളില്ലാതിരുന്ന ഒരമ്മയോ ഒരപ്പനോ അവർ നേരുകയാണ്, ടേക്കിംഗ് ആൻ ഓത്ത്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വിട്ടോളാം. പക്ഷേ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ആ കുഞ്ഞിന്, അപ്പനും അമ്മയും താല്പര്യമാണ്, പക്ഷെ ആ കുഞ്ഞിന് താല്പര്യമില്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ. അതിനെക്കുറിച്ച് സത്യത്തിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു നേർച്ച പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം ശരിയല്ല. പുതിയ നിയമത്തിൽ അവരവർക്ക് തീരുമാനമെടുക്കാം. എൻ്റെ മക്കളെക്കുറിച്ച് ഞാനല്ല തീരുമാനമെടുക്കേണ്ടത്. ഇനി ഞാനങ്ങ് തീരുമാനം എടുത്തു എങ്കിൽ എനിക്ക് ജനിച്ച മക്കളെ ബാല്യം മുതലേ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ അത് വിശ്വസ്തയോടെ ചെയ്തു, അപ്പനോ അമ്മയോ അത് വിശ്വസ്തയോടെ ചെയ്തു. എന്നിട്ടും ഈ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ ആ ദോഷത്തിൽ നിന്ന് അപ്പനും അമ്മയും ഒഴിഞ്ഞിരിക്കും. എന്നാൽ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെ ഈ കാര്യം അറിയിക്കാതെ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കാണാൻ സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, പഠിക്കാനാ ഇവനെ എന്നാ സുവിശേഷ വേലയെ സ്പോൺസർ ചെയ്യുന്നവനായിട്ട് ഇവനെ നിർത്താം എന്നൊക്കെയുള്ള നിലയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കായിരിക്കും. ഇപ്പൊ പുതിയ നിയമത്തിൽ ഇങ്ങനത്തെ ഒരു നേർച്ച പരിപാടി ആകാൻ പാടില്ല. ഓക്കെ.
അപ്പം വിശ്വസ്തരാവുക. ദൈവം നമ്മെ ഏൽപ്പിച്ചതിലും നാം ദൈവത്തോട് ഏറ്റതിലും. അത് സുവിശേഷ വേലയാകാം, പ്രാർത്ഥിക്കുന്ന കാര്യമാകാം, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യമാകാം, വിശുദ്ധ ജീവിതം നയിക്കുന്ന കാര്യമാകാം, സ്വഭാവ ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങളാവാം. ഇങ്ങനെ ദൈവത്തോട് നാം ഏൽക്കുന്ന എന്തുമാകാം. സുവിശേഷ വേലയോ ദശാംശം കൊടുക്കുന്നതോ മാത്രമായിട്ട് തന്നെ കാണരുത്. എന്തിനേറെ ആകുലപ്പെടുന്ന വിഷയം വരെ, ആകുലതകളുടെ വിഷയം വരെ. അതുമെല്ലാം പ്രതിഫല വിഭജനത്തിൽ കാര്യമായി കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഹൗ വി ട്രസ്റ്റഡ് ദ ലോർഡ്. എങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിനും പ്രതിഫലമുണ്ട്. സ്തോത്രം. പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറിപ്പോയ ശിഷ്യന്മാരെ കർത്താവ് ശാസിച്ചു. ജീസസ് rebuked the disciples when they were desperate before sometimes some very crucial issues. ചില സന്ദർഭങ്ങളിലൊക്കെ അവരുടെ കാലുകൾ ഇടറിപ്പോയി. കർത്താവിൽ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല, ആശ്രയിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പും ഉയർത്തെഴുന്നേൽപ്പിന് പിമ്പും ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവവചനത്തെ ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാൻ, അതിൽ ആശ്രയിക്കാൻ കഴിയാതെ പോയവരെ യേശു കർത്താവ് ശാസിച്ചു. നമ്മുടെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ കലുഷിതയേറിയ, ക്രൂഷ്യലായിട്ടുള്ള കലുഷിതയേറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ പോലും ഡാമാഡോൾ നാം ആടി ഉലയുന്നത്. സ്തോത്രം. പാടില്ല. സ്തോത്രം. ഇയ്യോബിന്റെ ഉദാഹരണം എത്ര നല്ലതാ. ചിലരാണെങ്കിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറയും. ചിലർ തള്ളിപ്പറയത്തില്ല, പക്ഷെ ദൈവം ഇല്ലാത്തവരെ പോലെ അങ്ങ് വാടി കരിഞ്ഞ് പട്ടുപോകും. ഇത് രണ്ടും പാടില്ല. എനിക്കറിയാം, ചിലരൊക്കെ സാക്ഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള ചില സഭകളിൽ തന്നെ ഞാൻ സാക്ഷ്യം പറഞ്ഞ് കേട്ട കാര്യമാണ്. അതിലൊരു കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഒരു വലിയ പ്രശ്നം. ആ വീട്ടിലെ ഒരു കുട്ടി എവിടെ പോയെന്നറിയത്തില്ല. ടീനേജറായ ഒരു കുട്ടിയെ കാണാതെയായി. പിന്നീട് കണ്ടുകിട്ടിക്കഴിഞ്ഞിട്ട് ആ പിതാവ് സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ കുഞ്ഞിനെ കാണാതെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുസ്തകത്തിന് സിപ്പിട്ട് വെച്ചു. ഇനി മേലിൽ ഞാൻ ഈ സിപ്പ് തുറക്കത്തില്ല, എനിക്കിത് വേണ്ട. വൈകാരികതയിൽ ചെയ്ത ഒരു കാര്യമാണ്. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടിയപ്പം അദ്ദേഹം തിരികെ സിപ്പൊക്കെ തുറന്നു. ആ വൈകാരികതയിൽ പറഞ്ഞു പോയത് തെറ്റായി എന്നൊക്കെ അദ്ദേഹം ഏറ്റുപറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പതറിപ്പോകുന്നെങ്കിൽ
ദൈവമില്ലാത്തവരെ പോലെ നാം ആകുന്നെങ്കിൽ, പിതാവില്ലാത്തവരെ പോലെ നാം ആകുന്നെങ്കിൽ, അത് പ്രതിഫലത്തെ ബാധിക്കുന്ന ഒരു പാപമാണ്. സ്തോത്രം. അതേസമയം ദൈവം തന്നെ ഇയ്യോബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല, എന്നിട്ടും നിങ്ങൾ എൻ്റെ മേൽ കുറ്റം ആരോപിച്ചു. പ്രശ്നങ്ങളിലൂടെ പോയ ആള് എൻ്റെ ദാസനായ ഇയ്യോബ, പക്ഷേ അവനോ എന്നെക്കുറിച്ച് നല്ലതേ പറഞ്ഞുള്ളൂ. സ്തോത്രം. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പതറാതെ കർത്താവിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രവൃത്തികളുടെ ന്യായവിധിയിൽ നമുക്ക് പ്രതിഫലം ഏറെ വാങ്ങിത്തരുന്ന ഒരു ജീവിതശൈലിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ വിശ്വസ്തത. മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞത്, അവർ ജോയ്, where or on what we rejoice. What is our utmost joy? എന്താണ് നമ്മുടെ അതി ആനന്ദമായിരിക്കുന്നത്? സ്തോത്രം. സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക്. What is our joy? ദൈവം തന്നെയാണോ നമ്മുടെ സന്തോഷം, നമ്മുടെ പരമാനന്ദം? 44:3 തോന്നുന്നു അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. സങ്കീർത്തനം. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല. 43:4, 43:4. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, മതി. എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക്. വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ ഗൗരവമായി കണക്കാക്കപ്പെടുന്ന ഒരു വിഷയമാണ് വിശുദ്ധനായ, പാപമോചനം പ്രാപിച്ച ദൈവഭക്തനായ എൻ്റെ പരമാനന്ദം എന്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു? മറ്റൊന്നാണ് നമ്മൾ 1-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക. Take delight in the law of the Lord or the word of the Lord. അപ്പോൾ ദൈവവചനം നമ്മുടെ ആനന്ദമാവുക, ദൈവം തന്നെ നമ്മുടെ പരമാനന്ദമാവുക. സ്തോത്രം. വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മ നമ്മുടെ സന്തോഷമാവുക. നമ്മൾ പണ്ടൊക്കെ പാടുമായിരുന്നല്ലോ, തിരുവത്താഴം കഴിയുമ്പം വിശുദ്ധീകരണത്തിന് വിശുദ്ധരുടെ സംസർഗം എന്നും പറഞ്ഞ്. സ്തോത്രം. 16-ാം സങ്കീർത്തനത്തിലും 15:4 നമ്മൾ ഇന്നലെ കണ്ടു. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക. 16:2 സങ്കീർത്തനം, Psalm 16:2, അവിടെ നമ്മൾ കാണുന്നുണ്ട്, പാടാറുണ്ട്. സ്തോത്രം. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. റിജോയ്സിങ് ഇൻ ദ ഫെലോഷിപ്പ് ഓഫ് ദ സെയിൻസ്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ സന്തോഷിക്കുന്നവരാവുക. സ്തോത്രം. അപ്പോൾ ഈ നിലകളിൽ നമ്മുടെ സന്തോഷം എന്താണെന്ന്
അന്ന് വിലയിരുത്തപ്പെടും. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ക്രൂശിലാണ് എൻ്റെ പ്രശംസ. I take delight on the cross of Christ, or boasting or rejoicing in the cross. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ, സുവിശേഷത്തിൽ സന്തോഷിക്കുക, സുവിശേഷം അറിയിക്കുന്നതിൽ സന്തോഷിക്കുക, പാപികളുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സ്തോത്രം, എന്തിലാണ് നമ്മുടെ സന്തോഷം? ഭക്ഷണം കഴിക്കുന്നതിലാണോ? കറങ്ങാൻ പോകുന്നതിലാണോ? പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലാണോ? അതോ ജീവിത പങ്കാളിയിലാണോ? മക്കളിലാണോ? എന്തിലാണ് നമ്മുടെ സന്തോഷം? ഭൂമിയിലെ എന്തെങ്കിലും നേട്ടങ്ങളിലാണോ? നമ്മുടെ പേര് എവിടെയെങ്കിലുമൊക്കെ അച്ചടിച്ചു വരുന്നതിലാണോ? എന്തിലാണ് നമ്മുടെ സന്തോഷം? എന്തൊക്കെ നമുക്കുണ്ടായാലും ഈ പറഞ്ഞതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവയേക്കാളൊക്കെ അധികം സന്തോഷമായിരിക്കേണ്ടത്, നാം സന്തോഷിക്കേണ്ടത് ഈ പറയപ്പെട്ട ദൈവവചനത്തിൽ, ദൈവത്തിൽ തന്നെ, കർത്താവിന്റെ ക്രൂശിൽ, വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ. അതുമെല്ലാം കർത്താവ് കണക്കിലെടുക്കും, അതുമൊക്കെ വെളിപ്പെടുത്തും. എന്തിലായിരുന്നു നമ്മുടെ സന്തോഷം? സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. നമ്മെ തന്നെ വിലയിരുത്തിക്കൊണ്ട്, സ്തോത്രം, ഇന്ന് നമ്മൾ ചിന്തിച്ച വിശ്വസ്തത, മറ്റൊന്ന് സന്തോഷം, അല്ലേ? റിജോയ്സിങ്, സന്തോഷം, ആശ്രയം, സ്തോത്രം. ഇതെല്ലാം കർത്താവിൽ തന്നെ ആകട്ടെ. എങ്കിൽ നമുക്ക് പൗലോസിനെ പോലെ പറയാം, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അല്ലെങ്കിൽ നമുക്ക് മരണം നഷ്ടമായിരിക്കും കേട്ടോ. നമുക്കാർക്കും മരണം നഷ്ടമാകരുത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നിത്യതയ്ക്കായിട്ട് നേടാം, ഒരുങ്ങാം. സ്തോത്രം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നതിന് ഈ വചനങ്ങളും നമുക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ പതിവ് പോലെ 8:30 ഇന്ത്യൻ ടൈം കണ്ടുമുട്ടാം, കൂട്ടായ്മ ആചരിക്കാം. അല്ല, അതിനു മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങിയാൽ അക്ഷയരായി, ക്രിസ്താനുരൂപരായി കർത്താവിനോട് ചേരാം എന്ന പ്രത്യാശയോടെ പിരിയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.